ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ട്രീ കൊണ്ടൊരു ഹെയർ ക്ലിപ്പും അതേപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഹെയർ ക്ലിപ്പ് മാത്രം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കാരണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പകുതിയായിട്ട് ഇടുന്നത്. അതായത് ഇന്ന് ഞാൻ വെറും ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കട്ടൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതുപോലെ നമുക്ക് കട്ടൗട്ട് എടുക്കാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പം ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യുന്നതല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ആ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതേപോലെ പല ഡിസൈനുകളും കട്ട് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെ ഇതുപോലെ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഈ നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീയുടെ കട്ടൗട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇപ്പോൾ വൈറ്റ് കളർ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നമ്മുടെ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുത്തു. അതിനുശേഷം ഞാനത് നേരെ നമ്മളുടെ ആ ഒരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഇതുപോലെ നമ്മുടെ കട്ടൗട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതേ ഡിസൈനിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള കട്ടൗട്ടുകളൊക്കെ ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു സോൾഡർ മെഷീൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിനെ ബാക്കിലോട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് സാധാരണ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടുതൽ എളുപ്പം. നമുക്ക് പെട്ടെന്ന് കുറേ എണ്ണമൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കൈ പൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ചൂടുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പകുതിയെ ചെയ്തിട്ടുള്ളൂ. ഇനി ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് 2 കട്ടൗട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ 2 എണ്ണം വേണമല്ലോ. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ 2 സൈഡും വെച്ച് കൊടുക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അതിൽ ഞാനൊരു സ്റ്റാർ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ സ്റ്റാറിൻ്റെ പഞ്ചിങ് മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചിങ് മെഷീൻ്റെ ഇടയിലൂടെ ഈ ഒരു ഫോം ഷീറ്റ് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടിയിൽ വല്ല കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർസ് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ പല ഷേപ്പിലുള്ള പല ഫ്ലവേഴ്സ് ആയാലും ട്രീ ആയാലും എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പഞ്ചിങ് മെഷീൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒത്തിരി റേറ്റും ഉണ്ട് കേട്ടോ. വലിപ്പം കൂടുന്നതിനനുസരിച്ചും ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റാർ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ B7000 പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു ബോ കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് ഞാൻ ഇതുപോലെയുള്ള 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു റിബണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റെഡ് കളറിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്ന് ഏകദേശം ഒരു ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വിരലിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മുടെ ഈ
കട്ട് വരുന്ന ഭാഗമില്ലേ അതിതാ കുറച്ച് നീളത്തിലെടുക്കുക. എന്നിട്ട് ഈ 2 വിരലിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മളൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ 2 വിരലാണ് ചൂണ്ടുവിരലും അതേപോലെ തന്നെ നടുവിരലിലും ഇതുപോലെ വെച്ചിട്ട് ഇനി ഈ വിരലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നടുവിൽ കൂടെ കൊടുന്നിട്ട് ഈ ഒരു ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ഇരിക്കുന്ന റിബൺ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ റിബൺ ഒന്ന് കയറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം. ഈ 2 വിരലിൻ്റെ ഇടയിൽ കൂടെ എടുത്തു, എന്നിട്ട് ക്രോസാക്കി വെച്ചു. എന്നിട്ട് നടുവ് കൂടെ ഈ വിരലിൻ്റെ ഗ്യാപ്പ് കൂടെ എടുത്തിട്ട് മുകളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ റിബണിൻ്റെ നടുവിൽ കൂടെ കൊണ്ടുവരിക കേട്ടോ. കണ്ടില്ലേ, ഉള്ളിൽ കൂടെ കൊടുന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ. എന്നിട്ട് പതുക്കെ വലിക്കുന്നതിന് മുൻപായിട്ട് പതുക്കെ നമുക്ക് ഈ വിരലിൽ നിന്നും ഇതിനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ഇത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം, വലിപ്പം വേണമെന്ന് നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ അത് നമ്മുടെ ആ ക്രിസ്മസ് ട്രീക്ക് എത്രത്തോളം വീതി വേണമെന്ന് നോക്കിയിട്ടാണ് ഞാൻ അതിനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഫുള്ള് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വലിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം എനിക്കൊരു വലിപ്പം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വലിപ്പം ആ ഒരു ക്രിസ്മസ് ട്രീക്ക് മതിയാവും. അപ്പം ഞാൻ ഒന്നുകൂടി നല്ല കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതിനെ ഒന്ന് പിടിച്ച് വലിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു ഭാഗത്തുള്ള ആ ഒരു റിബണെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് പിടിച്ച് വലിക്കേണ്ടത്. അപ്പോൾ അതിന് നല്ലതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ആ കെട്ട് അവിടെ നല്ലതുപോലെ മുറുകിയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, സെൻറ്ററിൽ ഇതുപോലെ മുറുകിയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ബാക്കി വരുന്ന ഭാഗം ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു റിബണിനെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കുക, നടുമടക്കിയിട്ട് ഒരു ചെരിച്ചിട്ട് വേണം, താഴത്തുനിന്ന് മുകളിലോട്ട് ഒന്ന് ചെരിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് കണ്ടല്ലോ ഒരു വി ഷേപ്പിൽ നമുക്കിത് കിട്ടും. അതിനുശേഷം നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്യാസ് ലൈറ്റർ ഇതുപോലെ അതിനെ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ എൻഡ് ഭാഗം ഇനി നൂലുകളൊന്നും പോരില്ല, കാണാൻ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതും ഇതേപോലെ തന്നെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നൂലുകളൊന്നും പോവില്ല, ഇങ്ങനെ വലിച്ചാലൊന്നും വരില്ല, നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോ കൂടി നമുക്ക് ആ ക്രിസ്മസ് ട്രീയിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ എന്താ പറയുക പണികളൊന്നും ഇതിലില്ല. ഇനി ഞാൻ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുകൾ ഭാഗത്താണ് ആ സ്റ്റാറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റാറിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ താഴ്ഭാഗത്ത് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കേട്ടോ, നമ്മുടെ ഒരു പച്ച കളറ് ആ ഒരു കാല് പോലുള്ളത് സംഭവം കാണണം. എന്നിട്ട് നമ്മുടെ ഈ ബോർഡ് ബാക്കിൽ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം, എന്നാലേ അത് ഒട്ടിപ്പിടിക്കുള്ളൂ. ഇതുപോലെ ഞാനൊന്നിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ക്രിസ്മസ് ട്രീയുടെ എൻഡ് ഭാഗത്തായിട്ട് അടിയിലായിട്ട് ഇതുപോലെ അടിവശത്ത് കുറച്ച് ഒരു ഗ്രീൻ കളർ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് ട്രീനെ ഞാൻ ഒന്നുകൂടി നല്ല ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്കൊന്നുകൂടി അതിനെ ഭംഗിയാക്കി എടുക്കാം. ഇനി ഇത്രത്തോളം മതി എന്നുണ്ടെങ്കിൽ ഇതന്നെ മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഇനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് കൂടി കാണിച്ചു തരാം. അതിന് മുമ്പായി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഒരു ഇതുപോലെയുള്ള ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഫെൽറ്റ് ഷീറ്റാണ്. ഈ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വേണം, അതേപോലെ മുകൾ ഭാഗത്തും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിടണം കേട്ടോ.
എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അതേ വീതിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ലെങ്ത്ത് മാത്രം ഒരു ഇഞ്ച് കൂടുതലാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കൂടുതലായിട്ട് നമ്മൾക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ അതേ കറക്റ്റ് ആ വീതിയിൽ കുറച്ച് ലെങ്ത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴത്തെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഒക്കെ വിട്ടിട്ടുള്ള ഒരു ഗ്യാപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങളും നല്ലതുപോലെ കറക്റ്റ് ചെയ്തൊന്ന് കൊടുക്കാം, കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അലിഗേറ്റർ ക്ലിപ്പിനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തു, അതായത് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഇതുപോലെയാട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഇതിനെ ഞാനിപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ദാ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് ഇതാ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഫെൽറ്റ് ഷീറ്റിലേക്ക് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ മുകൾ ഭാഗത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദാ ഇതുപോലെ വെച്ച് കൊടുത്തു. ആ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഗ്യാപ്പ് വിടുക. അതിനുശേഷം നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ ദാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി മുകൾ വശത്ത് അത് ഒട്ടിക്കണ്ടേ. അപ്പോൾ ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകൾ വശത്ത് കൂടി നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഫെൽറ്റ് ഷീറ്റ് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം എൻ്റെ ഗ്ലൂ ഒന്നുകൂടി നല്ലതുപോലെ ഉരുകി വരുന്നതേ ഉള്ളൂ, ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മളിനി അടുത്ത ആ ഒരു ബാക്കി വരുന്ന ഭാഗം ഉള്ളിലോട്ട് മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒട്ടിച്ചെടുക്കാനുള്ള ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾക്ക് ആ ഒരു ക്ലിപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അവിടെ ഒട്ടിയിരിക്കും കേട്ടോ. മറ്റേതാണെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇളകിപ്പോരും. ഇതാവുമ്പോൾ ഇനിയിപ്പോൾ ഇളകിപ്പോരില്ല. അപ്പം ഞാനിതാ അതിൻ്റെ മുകൾ വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഇതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ആ ക്രിസ്മസ് ട്രീ ഭംഗിയായിട്ടുള്ളത്. കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ കുറേ തുങ്ങലുകളൊക്കെ തൂക്കിയിട്ടുണ്ടാവുമല്ലോ, അതായത് മണികളും അതേപോലെ കുറേ ഉണ്ട ബൾബുകളും അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ യെല്ലോ കളറിലുള്ളതും ബ്ലാക്കും പിന്നെ റെഡും വൈറ്റും അങ്ങനെ ഈ ഇത്രയും കളറുകൾ ഇടകലർന്നിട്ടുള്ള മുത്തുകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റിൻ്റെ സ്മാൾ സൈസിലുള്ള ബീഡും അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ബീഡുമാണ് ഞാൻ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാനിവിടെ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് കേട്ടോ, വൈറ്റ് കളറിലുള്ള ക്രിസ്റ്റലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ B7000 പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നല്ലതുപോലെ ഒട്ടിക്കിട്ടും കേട്ടോ. പക്ഷെ ഉണങ്ങാനായിട്ട് കുറച്ച് നമ്മൾ ടൈം കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതിനെ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഞാനിതാ ഒരു മഞ്ഞ വെച്ച് കൊടുത്തു, മഞ്ഞ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് താഴത്തായിട്ട് ഒരു റെഡ് കളറിലുള്ള ബീഡ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് വൈറ്റാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഏകദേശം ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലാവുന്ന രീതിയിൽ, നല്ല ഗ്യാപ്പ് വരാനും പാടില്ല, എന്നാൽ ഗ്യാപ്പ് തോന്നിക്കാത്ത രീതിയിലും വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഞാൻ അപ്പുറത്ത് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ബ്ലാക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരേ കളറ് അടുത്തടുത്ത് വരാതെ നമ്മൾ നോക്കുക. ഇനിയിപ്പോൾ വന്നാലും പ്രശ്നമില്ല, ചെറുതും വലുതും ഇടയിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഓരോ കളറ് വിട്ടിട്ട് നമ്മൾ ആ ക്രിസ്മസ് ട്രീയെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ
നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറുകൾ, ഇപ്പോൾ ഇതേ കളറുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ മുത്തുകൾക്ക് പകരം ചെറിയ ചെറിയ സ്റ്റാറുകളോ അല്ലെങ്കിൽ സ്വീക്വൻസോ അല്ലെങ്കിൽ മറ്റേ കുഞ്ഞ് പഞ്ചസാര ബീഡ്സ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ 2 ബീഡ്സോ അങ്ങനെ എന്തോ ആവട്ടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് എന്തായാലും പറയും. അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഓരോ പുതിയ ഐഡിയാസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലർക്ക് ഇതൊക്കെ ചിലപ്പോൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കും, പക്ഷേ യൂട്യൂബിൽ നിന്ന് നോക്കി ഇങ്ങനെ ചിലർക്ക് മനസ്സിലാവില്ല. അവർ പറഞ്ഞിരുന്ന രീതി ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലതുപോലെ ഉണങ്ങാനായിട്ട് നമ്മൾ ഒരു സമയം കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിതാ മറ്റേ ക്ലിപ്പും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ക്ലിപ്പും നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപയോഗിച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹെയർ ക്ലിപ്പ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റേ ഹെയർ ബാൻഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം ഇതുപോലെ നിങ്ങളൊരു ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഹെയർ ക്ലിപ്പും അതേപോലെ തന്നെ ഹെയർ ബാൻഡും കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.